ഹലോ ഗൈസ്, നമ്മളിന്ന് S4 സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ദിവസമാണ്. നമ്മളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ചിരിക്ക്. അപ്പം നമുക്ക് ആദ്യം റെഡിയായിട്ട് കോളേജിൽ പോകാം. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പോകുവാണ്. ഇനി 5 മിനിറ്റ് കൂടി ഉള്ളൂ. ഇപ്പോൾ 8:55 ആയിരിക്കും. 9 മണിക്ക് ക്ലാസ് തുടങ്ങും. ഞാൻ ഫാസ്റ്റാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി ബുക്സൊക്കെ എടുക്കണം. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മൾ 6 സബ്ജക്റ്റ് എഴുതാനുള്ള ഒരു നോട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എടുത്ത് ശരിയാവാം. ഈ സെമസ്റ്ററിലെ ഫുൾ സാധനങ്ങൾ നിൽക്കാനുള്ള ഒരു നോട്ട്ബുക്കാണ് ഗൈസ് ഇത്രയും. അപ്പോൾ ഗൈസ്, നമ്മൾ ID കാർഡൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് നടക്കാം. ഇപ്പോൾ സമയം 9:01. ആദ്യത്തെ ദിവസം തന്നെ ലേറ്റായി. ഇല്ല, ലേറ്റ് ആയിട്ടില്ല. മിസ് 9:05 ആകുമ്പോഴേക്കും. ഞങ്ങളെല്ലാവരും ഒരുമാതിരി യൂണിഫോം പോലെ ആയിട്ടുണ്ട്. ഗൈസ്, ഇന്ന് എനിക്ക് പുതിയ ക്ലാസ്സാണ്. എങ്ങനത്തെ ക്ലാസ്സാണെന്നൊന്നും അറിയത്തില്ല. എല്ലാവരും ഒക്കെ അടക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ ചെന്നിട്ട് കാണാം. ടാറ്റാ. ഗൈസ്, നമ്മൾ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. പുതിയ ക്ലാസ് സാറ് ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ദിവസമായതാണ്. ഫുൾ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കണം. അതാണ് എൻ്റെ ഒരിത്. ക്ലാസ്സിൽ ചെയ്യാം, ശ്രദ്ധിക്കണം. അസിലെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് 15 മിനിറ്റ് ലേറ്റായി വന്നിട്ടുണ്ട്. ഇനി അത് കൂടി ഇരിക്കും. നമ്മൾ ഒരു ബെഞ്ചിൽ എത്ര 5 പേര് ഇരിക്കുന്ന സീറ്റ് പോലും ഇല്ലാത്ത 6 പേര്. ഗൈസ്, ഞങ്ങൾക്കിപ്പോൾ ഒരു ഫ്രീ പീരീഡ് ആണെന്ന് തോന്നുന്നുണ്ട്. കുറേ ആയിട്ട് ആരും വരുന്നില്ല. 3rd അവറാണ്. നമ്മൾ സ്റ്റോറിൽ പോയി സ്പൈറൽ പെയിൻറ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നമുക്കിനി ഫുഡ് കഴിക്കാം. ഇവിടെ മെസ്സ് ഇതാണ്. ഇന്നെന്തോ മുട്ടത്തോരനൊക്കെ ഉണ്ടെന്ന് കേട്ടു, അങ്ങനെ വന്നതാണ്. നമ്മുടെ ഇന്ന് മെനു ഇതാണ്: സാമ്പാർ, ചോറ്, ക്യാബേജ്, മുട്ടത്തോരൻ, പിന്നെ നമ്മുടെ അച്ചാർ. മേഘയാണ് അച്ചാറിടുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ക്ഷീണം നടക്കുകയാണ്. മുകളിലത്തെ ബെഡിൽ നിന്നും എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഓടി എണീച്ച് ക്ലാസ്സിൽ വന്നപ്പോൾ മിസ് ഉണ്ടല്ലോ വന്നിട്ട് അറ്റൻഡൻസ് എടുത്തിട്ട് വന്നപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, നിങ്ങൾ മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞു. എപ്പോഴും പ്രതീക്ഷിക്കണ്ട. അതെ, ഇനി മുതൽ തൂത്തുവാരി ക്ലാസ് ആയിരിക്കും. തൂത്തുവാരി ഉറക്കുമായിരിക്കും. ഞാനൊന്നും കൊള്ളാന്ന് എനിക്കില്ല. നമ്മൾ റീലെടുത്ത് ക്ഷീണിച്ച് ക്ലാസ്സിൽ പഠിക്കാൻ പോകുകയാണ്. മിസ് വന്നു എന്ന് കേട്ടു. ഞാനാണോ ആവണി? അതിനൊന്നും വേണ്ട. ബാക്കിലേക്ക് കുറേ ആൾക്കാരുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മിസ് വന്നിട്ട് ഫസ്റ്റ് ഡേ ആണ് പഠിപ്പിക്കുന്നില്ല, വെറുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അഭിരാമി, നിന്റെ അഭിപ്രായം പറയും. അഭിരാജിന്റെ അഭിപ്രായം പറയും. മിസ് പഠിപ്പിക്കാത്തതിൽ അവന് വളരെ നല്ല അഭിപ്രായം. മനസ്സിലാക്കാമോ? ക്ലാസ് എടുക്കാത്തതിനുള്ള അഭിപ്രായം. നല്ല അഭിപ്രായം. ഗൈസ്, ഫ്രീ പീരീഡ് ആയതുകൊണ്ട് ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് അഥവാ ഒളിച്ചുകളി കളിക്കാനായിട്ട് പോവുകയാണ്. ആളെ കൂട്ടി ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ കളിക്കുന്നതായിരിക്കും. ഇവിടെ ഇരുന്നോ കാണില്ല. ഗൈസ്, അസ്ന എണ്ണി കഴിഞ്ഞിട്ടുണ്ട്. തപ്പുന്നുണ്ട്. കുത്തിയിരിക്കാം. തോറ്റിരിക്കുന്നു ഗൈസ്. അവിടെ വേറെ കളി. നമുക്ക് കാ വെച്ച് പാടാം.
നമ്മുടെ പുറകിൽ നമ്മുടെ മാത്സ് മിസ് ഉണ്ട്. കാണിച്ചു തരാം. രാവിലെ മുതൽ ഫ്രീ പീരീഡും PT പീരീഡൊക്കെ ആയിട്ട് നമ്മൾ PT പീരീഡൊന്നും ഇല്ല, ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പം പഠിച്ച് കുഴഞ്ഞ് അപ്പം നമ്മൾ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചു. മാത്സ് അപ്പം മിസ്സ് ഇന്നെന്തായാലും പഠിപ്പിക്കും എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പിന്നെ മിസ്സിന് എന്തെങ്കിലും ഉരുവിളി വന്നിട്ട് പഠിപ്പിക്കാതിരിക്കുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. ക്ലാസ്സിലേക്ക് പോയി കുറച്ച് പഠിക്കാം. മാത്സ് ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും പോയി. നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞു, എല്ലാവരും ഇറങ്ങുകയാണ്. ഗൈസ്, ഇതാണ് അജ്മൽ. അജ്മലിനെ വ്ലോഗിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞ പരാതി. മെക്കിൽ അജ്മൽ, ഒരു ഹായ് പറയൂ. ഗൈസ്, നമ്മളിപ്പോൾ പുറത്തേക്ക് വൈകിട്ടത്തെ സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ശില്പയും ഓക്സ്ലിയും നമ്മളെ ചന്ദ്ര ചെയ്തിട്ട് അവർ കേക്ക് ഗാലറിയിൽ നിന്ന് കേക്ക് കഴിക്കുന്നു. അപ്പം നമ്മൾ അതിൻ്റെ ദേശത്ത് സ്നേക്കേഴ്സ് കഴിക്കാൻ പോവുകയാണ്. കൊടുക്കാതെ ഞങ്ങൾ 3 പേരും ഇവിടെ തിന്നു. ഗൈസ്, ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ കനകക്കുന്നിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴത്തേനുമാണ് അറിയുന്നത് ഇവിടെ IFFKയുടെ ഇന്ന് എന്തോ അത്യാവശ്യം നല്ല പരിപാടിയുണ്ട്. അപ്പം വന്ന് കയറിയുടെ മുതലേ കോമഡി. നമ്മൾ ക്ലാസ്സിൽ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നില്ലെങ്കിലും ഇങ്ങനത്തെ പരിപാടിക്ക് നമ്മൾ ഫ്രണ്ട് സീറ്റിലിരിക്കണമെന്ന് പറഞ്ഞ് ചെന്ന് ഇരിക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോൾ അടുത്ത് ചേർന്നതൊക്കെ റിസർവ്ഡ് സാധനങ്ങളാണ്. പിന്നെ നമ്മൾ തിരിഞ്ഞപ്പോൾ ആരൊക്കെ നമ്മൾ ജയിച്ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മൈൻഡാക്കിയില്ല. റിസർവ്ഡ് സീറ്റ്, അതായത് ഗസ്റ്റിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ് പിടിച്ച്. ഗൈസ്, ഇവിടെയൊക്കെ വലിയ വലിയ ഫേമസ് ആൾക്കാരൊക്കെ വന്നിരിക്കുവാണെന്നുണ്ടെങ്കിൽ അവർ ബാക്ക് കണ്ടിരിക്കാം. ഗൈസ്, അടിപൊളി സിനിമയായിരുന്നു മീക്യാം. ഞങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഞങ്ങൾ വിക്കിപീഡിയയിൽ കയറിയിട്ട് സമ്മറി വായിച്ചപ്പോൾ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലായി. അവിടെ പിന്നെ നമ്മൾ ഫുൾ കണ്ടു. കൊള്ളായിരുന്നു. ഇത് കനകക്കുന്നിൽ IFFK നടക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വരിക. ഗൈസ്, നമ്മൾ പോയിട്ട് തിരിച്ചെത്തിയിരിക്കുന്നു. ക്ഷീണിച്ചിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഫുഡ് കഴിച്ചു, ഇനി ഉറങ്ങാൻ പോകുന്നു. ബൈ ബൈ.